കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പകൽ വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ തിരുവചനവുമായി കടന്നു വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസനയിൽ കടന്നു വന്നിരിക്കുന്ന എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം ഇന്ന് പകൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ നമ്മുടെ ആരാധനയിൽ, പ്രാർത്ഥനകളിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദൈവവചന ശുശ്രൂഷയും ദൈവവചന കേൾവിയും. ഒരു ദൈവ പൈതലിന്റെ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെങ്കിൽ, മാറ്റമുള്ളതായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ നാം നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കണം, നന്നായി മനസ്സിലാക്കുന്നവരായിരിക്കണം. കാരണം ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഇനിയുള്ള നാളുകളിൽ മുമ്പോട്ട് നയിക്കേണ്ടത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നതുകൊണ്ട്, ദൈവാലയത്തിൽ വന്നതുകൊണ്ട്, ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവവചനം ഏറെ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം ഇല്ലാത്ത ഒരു വ്യക്തി ജീവനില്ലാത്ത വ്യക്തിക്ക് സമമാണ്. നമുക്കറിയാം, കടലിൽ കിടക്കുന്ന ഒരു മത്സ്യത്തെ അത് പിടിച്ച് നമ്മൾ കരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചില നിമിഷങ്ങൾ കൊണ്ട് അത് ചത്തുപോകും. കാരണം അതിന് ശ്വസിക്കുവാനായിട്ടുള്ള വായു ലഭ്യമല്ല. അപ്പോൾ ഭൂമിയിൽ വായു ഇല്ലാഞ്ഞിട്ടല്ല, കരയിൽ ഭൂമിയിൽ അന്തരീക്ഷത്തിൽ വായു ഇല്ലാഞ്ഞിട്ടല്ല, പകരം മത്സ്യത്തിന് കരയിലുള്ള വായു ശ്വസിക്കുവാനുള്ള സംവിധാനം അതിനെ ഉണ്ടാക്കിയ ദൈവം അതിന്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം കരയിലേക്ക് എടുക്കുമ്പോൾ അത് പിടഞ്ഞു മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ചത്തു പോകുന്നത്. ചാകാറായിരിക്കുന്ന മത്സ്യത്തെ അത് പിടഞ്ഞ് ചാകാറായിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ പിടിച്ച് അതിനെ എടുത്ത് കടലിലോ കായലിലോ ഉള്ള വെള്ളത്തിലോട്ട് അതിനെ ഒന്ന് ഇട്ട് കളഞ്ഞാൽ അതിന്റെ മണം തട്ടുമ്പോൾ തന്നെ, അതിന്റെ വെള്ളത്തിന്റെ സ്പർശനം അനുഭവിക്കുമ്പോൾ തന്നെ ഈ മത്സ്യം ജീവനുണ്ടായി വേഗത്തിൽ കുതിച്ചു പായുന്നത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് വായു ആവശ്യമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് വേണ്ടുന്ന വായു വെള്ളത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വായു അതിന്റെ ചെകിള വഴി അല്ലെങ്കിൽ ശ്വാസകോശം വഴി അതിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അത് ജീവൻ വെച്ച് അത് ചലിക്കുന്നതായി കാണുന്നത് വെള്ളത്തിൽ വസിക്കുമ്പോഴാണ്. അതേസമയം കരയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു മൃഗത്തെ പിടിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ വെള്ളത്തിനകത്ത് വായു ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ അത് ആ മൃഗത്തിനോ മനുഷ്യർക്കോ അതിലുള്ള വെള്ളത്തിലുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് മീനിനെ പോലെ ജീവിക്കാൻ കഴിയില്ല. കാരണം അതിനെ നിർമ്മിച്ച ദൈവം അതിനെ കരയിലുള്ള ഓക്സിജൻ, കരയിലുള്ള വായു സ്വീകരിച്ച് അത് കരയിൽ ജീവിക്കാനുള്ള സംവിധാനത്തിലാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കരയിലുള്ള മനുഷ്യരും മൃഗങ്ങളും കരയിലുള്ള വായു ശ്വസിക്കുന്നത് പോലെ കടലിലോ കായലിലോ ഉള്ള മത്സ്യങ്ങളൊക്കെ ജലജന്തുക്കളൊക്കെ അതിനകത്തുള്ള വായു ശ്വസിച്ച് ജീവിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവജനം ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് അവർ ലോകത്തിലായിരുന്നു, ലോകമക്കളായിരുന്നു. ഇപ്പോൾ അവർ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ മക്കളായി മാറിക്കഴിഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളായി മാറി. അപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നില്ല, പകരം നിങ്ങൾ ലോകത്തിന്റെ മക്കളായിരുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നു. നാം ലോകത്തിന്റെ മക്കളാണെന്നും നാം ലോകക്കാരാണെന്നും എങ്ങനെ തിരിച്ചറിയാം? നാം ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവജനമാണെന്നും എങ്ങനെ തിരിച്ചറിയാം? ഈ രണ്ടു കൂട്ടർക്കും വലിയ വ്യത്യാസമുണ്ട്. കടലിൽ കിടക്കുന്ന മത്സ്യത്തിന് കരയിൽ ജീവിക്കാൻ കഴിയാത്തതുപോലെ, കരയിലുള്ള മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തതുപോലെ, ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകപ്രകാരം ജീവിക്കുവാനും കഴിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിലായിരുന്നു. ഓരോരുത്തരും അതാത് സമയങ്ങളിൽ ലോകത്തിൽ നിന്ന് നിങ്ങളെ ദൈവം വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആര് വേർതിരിച്ചു? ദൈവം വേർതിരിച്ചിട്ട്, അപ്പൊ ലോകത്തിലായിരുന്ന എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ ദൈവത്തിൽ നിന്നും, ലോകത്തിന്റെ പാപത്തിൽ നിന്നും, ലോകത്തിന്റെ സ്വഭാവത്തിൽ നിന്നും, ലോകത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും, ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ഒക്കെ ദൈവം എന്നെ വേർതിരിച്ചു, നിങ്ങളെ വേർതിരിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും ആര് വേർതിരിച്ചു എന്നറിയാമോ? ദൈവം. അപ്പൊ ദൈവം എന്തിനാണ് ലോകത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ വേർതിരിച്ചത്? ദൈവത്തിനൊരു കാര്യം അറിയാം. ദൈവത്തിന്റെ സന്നിധി വന്ന് ഒരു വ്യക്തി നന്നായി ജീവിക്കണമെങ്കിൽ ആ വ്യക്തിയെ വേർതിരിച്ചേ മതിയാകൂ. ലോകത്തിൽ നിന്ന് വേർതിരിച്ചേ മതിയാകൂ. കാര്യം എന്താണ്? ലോകത്തിൽ ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൽ ഈ മനുഷ്യരെ നിയന്ത്രിക്കുന്ന, നമ്മളൊക്കെ ഈ കർത്താവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ആശ്രയിച്ച അനേക ദൈവങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് അവരുടെ ദൈവമുണ്ട്, ഹൈന്ദവർക്ക് അവരുടെ ദൈവങ്ങളുണ്ട്, ക്രിസ്ത്യാനികൾക്കും ദൈവമുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം നമ്മളായിരുന്ന ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ലോകത്തിലുള്ള ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അല്ലെ, എന്ത് ചെയ്തു? വിളിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അന്ധകാരത്തിലായിരുന്നു. അന്ധകാരം എന്ന് വെച്ചാൽ സാധാരണ ഒരു ഇരുട്ടല്ല, കൂരാക്കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്ത നിലയിലുള്ള ഒരു ഇരുട്ട്. എങ്ങനെ നന്നായി ജീവിക്കാൻ കഴിയും, എങ്ങനെ നന്നായി പെരുമാറാൻ കഴിയും, എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും. നമുക്കറിയാം, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോയി പ്രശ്നത്തെ അതിജീവിക്കാമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്, നമ്മളൊക്കെ അറിവുള്ളവരാണ്. ചായ ഇടാൻ പറഞ്ഞാൽ, കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞാൽ, ഭക്ഷണം പാചകം ചെയ്യാൻ പറഞ്ഞാൽ, ഒരു സ്ഥാപനം നടത്താൻ പറഞ്ഞാൽ ഒക്കെ നമുക്ക് കഴിവുണ്ട്, നമുക്കറിയാം. എന്തിനാ, ഇന്ത്യ രാജ്യം ഭരിക്കാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് കഴിയും. പക്ഷേ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പ്രശ്ന പരിഹാരമുണ്ടായി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കത്തില്ല, എന്നെ കാണത്തില്ല, എന്നെ കേൾക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മുടെ സരോജിനി അമ്മ അഞ്ചാലുമൂട്ടില് മാർക്കറ്റില് നല്ലൊരു വ്യാപാരിയാണ്. ആ മാർക്കറ്റിലുള്ള വരുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെ സാധനങ്ങൾ കൊടുക്കണമെന്ന് അവർക്ക് അറിയാം, എങ്ങനെയൊക്കെ അവരോട് പെരുമാറണമെന്നറിയാം, എങ്ങനെ ലാഭം ഉണ്ടാക്കണമെന്നറിയാം. ഇന്നും ആ കച്ചവടം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ തന്റെ കുടുംബത്തിനകത്ത്, തന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിപത്ത് വന്നു.
മാരകമായ ഹാർട്ട് സംബന്ധമായ ഒരു രോഗം വന്നപ്പോൾ ഈ കച്ചവടം ചെയ്യുന്ന അനേകർക്ക്, സാധനങ്ങൾ വിൽക്കുന്ന സരോജിനി അമ്മയ്ക്ക് അറിയത്തില്ല ഈ ഭർത്താവിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന്. ഇനി അത് പരിഹരിക്കാൻ വേണ്ടി ആരൊക്കെ പറഞ്ഞു കൊടുത്ത മാർഗത്തിൽ അവർ കണ്ടെത്തി, ഒരു ഡോക്ടറെ കണ്ടെത്തി. പക്ഷെ ഡോക്ടറെ കണ്ടെത്തിയപ്പോൾ ഈ ഡോക്ടറെ അടുക്ക പോയി ഈ പ്രശ്നം പരിഹരിക്കാൻ ഡോക്ടറെ അടുക്ക ചെന്നപ്പോൾ ഡോക്ടർ പറയും, ഞാൻ ശ്രമിക്കാം, ഞാൻ നോക്കാം, നമുക്കൊന്ന് കൈകാര്യം ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്നല്ലാതെ ഒരു 100% അതിനൊരു ഗ്യാരണ്ടി പറയുന്നില്ല. നോക്കണം, ഇരുട്ടിൽ തപ്പിത്തടയുക, അല്ലയോ? 1.25 ലക്ഷം രൂപയുമായി നിങ്ങൾ വന്നാൽ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം, ജീവൻ കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നും പറയാൻ കഴിയത്തില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. കണ്ടോ, അവിടെ അവർ ശ്രമിച്ചു നോക്കാന്നാ പറയുന്നത്, ഒരു ശാശ്വത പരിഹാരം പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ പ്രിയ മാതാവിന് മനസ്സിലായത്, ആരോ പറഞ്ഞു, തന്നെ ആരോ ഇങ്ങോട്ട് നടത്തി, യേശുവിലേക്ക് നടത്തി. എന്താ പറഞ്ഞ്? യേശുവിന്റെ അടുക്ക വന്ന് ഇതൊന്ന് പറയ്, നിങ്ങളുടെ പ്രശ്നത്തിന് അല്പപരിഹാരമല്ല, നന്നായി ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഇരുട്ടിൽ തപ്പിത്തടയുന്ന നിലയിൽ ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരും. ഞാൻ ഒരാളുടെ പേര് മാത്രം എടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓരോരുത്തരും. അപ്പോൾ നമ്മളായിരുന്ന ഇരുട്ടിന്റെ ആ അന്ധകാരത്തിന്റെ സ്ഥലത്ത് നിന്ന് ഒരുവൻ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇരുട്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതല്ല, ഇരുട്ടെന്ന് പറയുന്നത് പിശാചിൻ്റെതാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ വായിക്കുന്നു, ദൈവപ്രതിമയായ, എന്തോ ഒന്ന് വായിച്ചേ, ദൈവപ്രതിമയായ ക്രിസ്തു, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന്. ശ്രദ്ധിക്കണമേ, അപ്പോൾ ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തു. അപ്പോൾ ദൈവമുണ്ട്. ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയും? ദൈവത്തെ കാണുന്നത് ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തുവിലൂടെയാണ് യേശുവിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തു. അപ്പൊ ദൈവം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇപ്പൊ കഴിയത്തില്ല. പക്ഷെ ഒരാളെ കാണിക്കുക, ആരെന്നറിയാമോ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന, നമുക്ക് വേണ്ടി ജനിച്ച്, നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവർ യേശു ക്രിസ്തു. ഒരല്ലേ പറഞ്ഞേ? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ദൈവത്തെ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറയാം, ആരെന്നറിയാമോ? ഈ ലോകത്തിലെ പാപത്തെ മാറ്റി പാപികളെ സ്നേഹിച്ച് പാപമോചനം നൽകി ആ പാപിയായിരുന്ന മനുഷ്യനെ ദൈവ കുഞ്ഞാക്കി മാറ്റുന്ന യേശു ക്രിസ്തു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവപ്രതിമയായ യേശുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ്. അപ്പൊ തേജസ് എന്ന് പറയുമ്പോൾ വലിയ പ്രകാശമാണ്. സാധാരണ ഒരു വെളിച്ചത്തെ ഒരിക്കലും ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്നതിനെയോ ഒരു ബൾബ് കത്തുന്നതിനെ ആരും തേജസ് എന്ന് പറയത്തില്ല. അത് ഏറ്റവും വലിയ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഉയർന്ന അവസ്ഥയാണ്. അതിനാണ് തേജസ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇരുട്ടിന്റെ ദൈവമല്ല. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു ഇരുട്ടിന്റെ ദൈവമല്ല, പിന്നെയോ വലിയ വെളിച്ചമാണ്. യേശു തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സുവിശേഷം വായിച്ചു വരുമ്പോൾ മത്തായിയിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ ലോകത്തിന്റെ ഉപ്പാകുന്നു. വീണ്ടും പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ സഞ്ചരിക്കുന്നവൻ, എന്നിൽ ജീവിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇനി ഇരുളിൽ വസിക്കത്തില്ല. അപ്പോൾ യേശു വെളിച്ചമാണ്. യേശു തന്നെ പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ അന്ധകാരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? വെളിച്ചത്തിന്റെ മുമ്പിൽ. വെളിച്ചത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആരും പറഞ്ഞു തരണ്ട. കാരണം നമ്മുടെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട്. നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു മനുഷ്യൻ ഒരു കാട്ടിനകത്തോടെ യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വെളിച്ചമൊന്നുമില്ല. അദ്ദേഹം ആ കാടിന്റെ അതിർത്തി അല്ലെങ്കിൽ ബോർഡറിൽ എത്തിയപ്പോൾ അവിടെ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയണം, എനിക്ക് ഈ കാട്ടിനകത്തൂടി അക്കരെ എത്തണം, അപ്പുറത്തെത്തണം, എനിക്ക് പോകാൻ നിവൃത്തിയില്ല, ഇന്ന് രാത്രി പോയേ മതിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയുമോ? ഒരു വെളിച്ചം കൊടുക്കുന്നു. ഒരു പന്തമോ ഒരു ടോർച്ചോ എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയാണ്. നോക്കണം, ഇപ്പോൾ ഇവര് ആ വെളിച്ചം തെളിച്ചുകൊണ്ട് ധൈര്യമായി മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവർക്കിപ്പോൾ ഇരുട്ടിന് എന്തില്ല? ഇരുട്ടിനെ പേടിയില്ല.
കാരണം എന്താ? അവരെ കയ്യിൽ ഇപ്പോൾ എല്ലാം കാണത്തക്കവണ്ണം അവരെ നയിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങൾ ഇതുവരെ ഭയപ്പെട്ട ഇരുട്ടിന്റെ അനേക കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന അനേക വിഷയങ്ങളുണ്ട്. കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് ഇതുവരെയും വെളിച്ചം അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഭയത്തെ മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം നൽകുന്ന ഒരു വെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. നിങ്ങൾ ധൈര്യത്തിന്റെ ആൾക്കാരാണ്. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗത്തെ ഭയപ്പെടേണ്ട, പിശാചിനെ ഭയപ്പെടേണ്ട, കടഭാരത്തെ ഭയപ്പെടേണ്ട, ചുറ്റുപാടുകളെ ഭയപ്പെടേണ്ട, മറ്റുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം നിങ്ങളെ നടത്തുന്ന ഒരു വലിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിന്റെ പേരാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് വരെ ആ യേശുവിന്റെ കാര്യം അറിയാത്തവർ ആരെങ്കിലും എന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങളെ നടത്തുവാനായി, എവിടെ നടത്തുവാനായിട്ട്? നിങ്ങള് ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം കണ്ണിന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ട നിലയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കടഭാരമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രോഗമാണ്, എന്ത് ചെയ്യണം, എവിടെ കൊണ്ടുപോകണം, എങ്ങനെ ചികിത്സിക്കണം അറിയത്തില്ല. ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പല വഴികളിലും പല ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞു നോക്കി, ഒരു മാറ്റവുമില്ല. ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിൽ യേശു നിങ്ങൾക്കൊരു വഴികാട്ടിയായി വരാൻ പോവുകയാണ്. എന്താണ്? നിങ്ങൾ എന്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ നല്ല സ്ഥലത്തെത്തിക്കാം. ഞാൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങളെ ഞാൻ യഥാസ്ഥാനമായി നിങ്ങളെ വഴി നടത്താം. ലില്ലി പറഞ്ഞേ. ഇവിടെ നോക്കണം, ഈ യേശു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആരാണ്? ലോകത്തിന്റെ വെളിച്ചമാണ്. നോക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലോകത്തിന്റെ വെളിച്ചമായ ഈ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ചേരുവാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഈ യേശുവിന്റെ വെളിച്ചം കുറേശ്ശെ 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 നിങ്ങളിലേക്കും പ്രവേശിക്കുവാൻ തുടങ്ങും. ഒരല്ലേ പറഞ്ഞേ? കടൽക്കരയിൽ പോയി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ കരയിൽ നിന്നുകൊണ്ട് ആ കാറ്റ് കൊള്ളുമ്പോൾ, ആ കടൽ തിരമാലകളുടെ കാറ്റുകളൊക്കെ അടിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അയാൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരം വെള്ളത്തിൽ മുക്കിയിട്ടില്ല. പക്ഷേ ആ കരയിൽ നിന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് കരയിലേക്ക് വരുമ്പോൾ തന്റെ ശരീരത്തിൽ ഉപ്പിന്റെ അംശങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കടൽക്കരയിൽ പോയി നിന്നാൽ മതി, ഇത് മനസ്സിലാവും. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ പോയി നല്ല കാറ്റുള്ളപ്പോൾ പോയി നിന്ന് നോക്കിയേ. നിങ്ങൾ തിരിച്ച് കരയിൽ വരുമ്പോൾ നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ ആ വെള്ളം ഇറങ്ങി കുളിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഉപ്പുരസം ഉണ്ടാകും. നിങ്ങളുടെ വസ്ത്രത്തിൽ ഉപ്പുരസം ഉണ്ടാകും. ആമേൻ. ഞാൻ പറഞ്ഞു വന്നത്, കാരണം ഈ കടലുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കടലിന്റെ അംശമായിരിക്കുന്ന ഉപ്പിന്റെ ലവണങ്ങൾ അടിച്ചു കയറുന്നത് പോലെ ദൈവമായിരിക്കുന്ന വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ആ ക്രിസ്തുവുമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ ക്രിസ്തുവുമായി നിങ്ങൾ അഭേദ്യമായി ബന്ധം പുലർത്തുമ്പോൾ, നിങ്ങളുടെ വിഷയങ്ങളുമായി യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നെ ഇരുട്ടിലല്ല വ്യാപരിക്കാൻ പോകുന്നത്, ഇരുട്ടിലല്ല സഞ്ചരിക്കാൻ പോകുന്നത്. പിന്നെയോ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടില്ലേ, ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ, ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ അദ്ദേഹം മുമ്പിൽ അത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ പിറകെ പോകുന്നവർക്ക് കുറച്ചുകൂടെ യാത്ര എളുപ്പമാകും. അല്ലേ? ശരിയല്ലേ? കുറച്ചുകൂടി യാത്ര എളുപ്പമാകും. അദ്ദേഹം ആ ലൈറ്റിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ കുഴി കാണാൻ കഴിയും, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ കഴിയും. ഈ വ്യക്തിയുടെ പിന്നാലെ പോകുമ്പോൾ നമുക്കൊരു ധൈര്യം. കാര്യം മുമ്പിൽ എന്തുണ്ട്? ഒരു വെളിച്ചമുണ്ടല്ലോ. ഇതുപോലെ യേശുവിന്റെ കൂടെ നടക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം കടന്നു വരാൻ പോകുകയാണ്. എന്താണ്? എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ എന്റെ മുമ്പാകെ കടന്നു പോകുന്നുണ്ട്. എന്റെ ഭാരങ്ങൾ മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ എന്റെ മുമ്പാകെ കടന്നു പോകുന്നുണ്ട്. എന്റെ മക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ മാറ്റാൻ കഴിയുന്ന ഒരുവൻ കടന്നു പോകുന്നുണ്ട്. എന്റെ കുടുംബത്തിനകത്ത് ഒരുവനുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുവനുണ്ട്. എന്റെ കൂടെ ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ ചിന്ത എന്താണ്? നമ്മുടെ വിശ്വാസം, എന്റെ കൂടെ ഇപ്പോൾ ഇരുട്ടല്ല ഉള്ളത്, കാരണം യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളെ ഇതുവരെ നടത്തിയത് ഇരുട്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇരുട്ടായിരുന്നു. ഇരുട്ടായിരുന്നപ്പോൾ എങ്ങനെ അറിയാം? ഇരുട്ടായിരുന്നപ്പോൾ പ്രശ്ന പരിഹാരമില്ല. എല്ലാ പ്രശ്നത്തിനും നമുക്ക് ടെൻഷൻ കയറുകയാണ്, ടെൻഷനാണ്. ഇപ്പോൾ വേണ്ടതുപോലെ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല,
വേണ്ടതുപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല, നല്ലവണ്ണം ചിരിക്കാൻ കഴിയുന്നില്ല. ടെൻഷൻ, പ്രശ്നങ്ങൾ. കാര്യം എന്താ? ഇരുട്ട് അവിടെ വസിക്കുകയാണ്. ശ്രദ്ധിച്ച്, ഇരുട്ട് അവിടെ വസിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആരുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്? യേശുവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുക, വെളിച്ചത്തിന്റെ അടുക്കലേക്ക് വന്നിരിക്കുക. ഇനി നമ്മൾ ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ല. ഇനി കൺഫ്യൂഷനായിട്ട് മുമ്പോട്ട് പോകണ്ട. കാരണം മുമ്പിൽ നമ്മളെ വഴിതെളിയിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ! ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നമ്മളെ നടത്തുന്ന ഒരു വെളിച്ചം. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ ലോകം എന്ന് പറയുമ്പോൾ നോക്കണേ, നമ്മൾ എവിടെയാണ്? നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സേവിക്കുന്നവരും ആ ദൈവവും ഇരുട്ടിലാണ്. എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, അല്ലെ? നമുക്കൊക്കെ ഒരു ദൈവം ഉണ്ടായിരുന്നല്ലേ? നമുക്കൊക്കെ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ ചർച്ചിൽ വരുന്നതിന് മുമ്പ്, ഈ ആലയത്തിൽ വരുന്നതിന് നമുക്ക് ദൈവം ഇല്ലായിരുന്നോ? പക്ഷെ അന്നേരം നമുക്ക് എന്തില്ല? ജീവിതത്തിൽ വേണ്ടുന്ന സന്തോഷമില്ല, സമാധാനമില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച വന്ന നിങ്ങൾ വീണ്ടും വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിട്ടല്ലേ വരുന്നേ? ഇവിടെ വരുമ്പോ സങ്കടമാണെങ്കിൽ വരാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ലക്ഷ്മിയമ്മ വയറ് നിറച്ച് നീരും വയറ്റിനകത്ത് നിറച്ച് നാരങ്ങ വലിപ്പത്തിലുള്ള മുഴകളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നതാ. തന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. രോഗം ഒരു ഭാഗത്ത്, മക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒരു ഭാഗത്ത്, ആകെ മനപ്രയാസമാണ്. പക്ഷെ ആ അമ്മച്ചി ഈ പ്രായത്തിലും ഇവിടെ യേശുവിനെ തേടി ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിൽ, അവരുടെ വീട്ടിൽ കിട്ടാത്ത, അവരുടെ മക്കളുടെ മുമ്പിൽ കിട്ടാത്ത, അവരുടെ സമൂഹത്തിൽ കിട്ടാത്ത ഒരു സന്തോഷം അവരുടെ അകത്ത് വന്നത് കൊണ്ടാണ്. ഒരു സമാധാനം അവരുടെ അകത്ത് വന്നത് കൊണ്ടാണ്. നോക്കണേ, അവർക്ക് ഈ നാരങ്ങ വലിപ്പത്തിലുള്ള മുഴകൾ പോകുന്ന അവർക്ക് അറിയത്തില്ലായിരുന്നു. അവര് വന്നുകൊണ്ടേയിരുന്നു. നോക്കണേ, വന്നപ്പോൾ എന്ത് പറ്റി? വെളിച്ചം അടിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. യേശുവിന്റെ വെളിച്ചം അവരിലേക്ക് അടിക്കാൻ തുടങ്ങി. നോക്ക, യേശുവിന്റെ വെളിച്ചം അത് എക്സ്റേക്കാളും ശക്തിയുള്ളതാണ്. ആമേൻ. അത് സ്കാനിങ് മെഷീനകത്ത് വരുന്ന റേഡിയേഷനേക്കാളും വളരെ വലുതാണ്. നോക്കണേ, ഒരു ക്യാൻസർ എന്ന രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ആ ക്യാൻസറിനെ കരിച്ചു കളയാനുള്ള എക്സ്റേ ആണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്, അല്ലേ? അങ്ങനെയെങ്കിൽ നോക്ക്, യേശുവിന്റെ വെളിച്ചം റേഡിയേഷനേക്കാളും ഭയങ്കരമാണ്. ഓരോരുത്തരുടെ ജീവിതത്തിന് ആവശ്യമായ വലിപ്പത്തിലും അതിന്റെ ആഴത്തിലും ആ വെളിച്ചം ഇറങ്ങിച്ചെന്നിട്ട് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ, എവിടെയൊക്കെ കുറവുകൾ നികത്തണമോ, അതെല്ലാം മാറ്റി അവരെ പുതിയതാക്കി തീർക്കുന്ന നിലയിൽ. സ്തോത്രം. ഹല്ലേലൂയ.